അസ്സലാമു അലൈക്കും. ഞാനൊരു വിഷയമായിട്ട് വന്നതായിരുന്നു, പക്ഷേ വിഷയം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ വിഷയം മാറി. ആ ഭക്ഷണത്തെ പറ്റിയിട്ടും ആ വിഷയത്തിനെ പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ സ്ത്രീകളോടാണ്. ഓക്കെ, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കി. സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം ഇമ്പോർട്ടൻ്റ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അതൊരു ദിവസം 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ പോലും എൻഡ് ഓഫ് ദി മന്ത് നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടിയ ആ പൈസ നമുക്ക് മന്ത് എൻഡ് കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര രസമുണ്ടാവും. അതൊരു നല്ലൊരു മൊമെൻ്റാണ്. കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയ ആൾക്കാരുണ്ടാവും, കല്യാണം കഴിഞ്ഞ ശേഷം മടി വന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ജോലിക്ക് അയക്കാത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഫൈറ്റ് ചെയ്യണം. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനുള്ള ഫ്രീഡം എനിക്ക് വേണം, എനിക്ക് എൻ്റെതായ വരുമാനം ഉണ്ടാക്കാനുള്ള ഫ്രീഡം എനിക്ക് തരണം എന്ന് നിങ്ങൾക്കും ഡിമാൻഡും വാശിയൊക്കെ പിടിക്കാം. ദാറ്റ്സ് അപ് ടു യു. ഇനി കല്യാണത്തിന് ശേഷം കുട്ടികളൊക്കെ ആയി, ഓക്കെ, യു ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. ബ്രേക്ക് എടുക്കുക, 1 വർഷം ബ്രേക്ക് എടുക്കുക, 2 വർഷം ബ്രേക്ക് എടുക്കുക. പിള്ളേരൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നത് വരെ വേണമെങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുത്തോ, ബട്ട് യു ഹാവ് ടു കം ബാക്ക്. നിങ്ങൾ വർക്ക് ചെയ്യണം. അത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കാലമാണ്. ഓൺലൈനിലായി കഴിഞ്ഞാൽ ഓൺലൈനിലിരുന്ന് വീട്ടിലിരുന്ന് പണിയെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വിൽക്കാം. ഇല്ല, വേറെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാം. ബട്ട് എൻഡ് ഓഫ് ദ മന്ത് നിങ്ങളെ കയ്യിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൈസ വേണം. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിക്കാതെ നിങ്ങൾക്ക് ചെയ്യാലോ. നിങ്ങളുടെ ചെറിയ ചെറിയ എന്താ പറയുക ഡ്രീമുകൾ ഉണ്ടാവില്ല, എനിക്കത് വാങ്ങണം, എനിക്കിത് വാങ്ങണം, അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാലോ. അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന റിലീഫ്, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഫിനാൻഷ്യലി സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക, ഫ്രീഡം ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ഫ്രീഡം വരിക. ദാറ്റ്സ് സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻറ്റ്. പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസ അത് വേറൊരു ലെവലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കില്ല. ആ പാഷൻ വെച്ച് അത് കൺവേർട്ട് ചെയ്യും പൈസയാക്കിയിട്ട്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പണിയെടുക്കണം, സ്വന്തമായിട്ട് അധ്വാനിക്കണം, സ്വന്തമായിട്ട് 2 പൈസ ഉണ്ടാക്കണം. അതൊരു വാശിയാക്കി മാറ്റണം. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ പാർട്ണറോട് കൈ നീട്ടേണ്ട ആവശ്യം ഇല്ല എന്ന് നമുക്കൊരു ബോധം. നിങ്ങൾ പാർട്ണറൊക്കെ നല്ലതാവും, ഐ എം നോട്ട് ബ്ലെയിമിങ് ഹിം. അവൻ നല്ലതാണ്, അവൻ ഉഷാറാണ്, അവൻ നിങ്ങൾക്ക് പറയുന്നതൊക്കെ ചെയ്തു തരാറുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അവനാണ് ചെയ്തു തരുന്നതെല്ലാം, അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടാവില്ലേ? സ്വന്തമായിട്ട് അവനോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേക്ക് അവനക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവൻ്റെ പൈസ തന്നെ വേണം. അതൊക്കെ ചിലപ്പം ചില ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചില ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്ക് ഇതൊന്നും ആവശ്യമില്ല, എനിക്ക് പണിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇറ്റ്സ് ഓക്കെ, അവർ പണിയെടുക്കേണ്ട, അവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.